കൊടിയേറിയതോടെ തൃശൂർ പൂരാവേശത്തിലേക്ക്. സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ പെട്രോളിംഗ് തുടരുന്നു. പരിശോധനയിൽ കുടുങ്ങിയത് 19ഓളം മോഷ്ടാക്കൾ. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്ത് KCCL. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലഹരണപ്പെട്ട തെരുവ് വിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ 55 ഡിവിഷനുകളിലും LED ലൈറ്റുകൾ സ്ഥാപിക്കും. പാർലിക്കാട് നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. മരത്തടികൾ കയറ്റുവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. വാർത്തകൾ വിശദമായി. കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂരാവേശത്തിൽ. ഞായറാഴ്ചയിലെ സാമ്പിൾ വെടിക്കെട്ടിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇത്തവണ വെടിക്കെട്ട് കൂടുതൽ പേർക്ക് കാണാൻ സൌകര്യമൊരുക്കും. വെടിക്കെട്ടിൽ നിരവധി പുതുമകളുണ്ടാവുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. കൊടിയേറ്റം കഴിഞ്ഞതോടെ പറയെടുപ്പിന് തുടക്കമായി. പൂരപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 4000ഓളം പോലീസുകാരെയാണ് പൂരം സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ പെട്രോളിംഗിൽ ഇതുവരെ 19ഓളം മോഷ്ടാക്കൾ പിടിയിലായി. കുഴൽമന്നം ചാത്തന്നൂർ സ്വദേശി ശിവശങ്കര പണിക്കർ, നിലമ്പൂർ കുന്നുമേപ്പട്ടി സ്വദേശി ഷമീർ, കണ്ണൂർ വളപട്ടണം സ്വദേശി ഷാഹിർ, മലപ്പുറം പുതിയ കടപ്പുറം സ്വദേശി സുഫിയാൻ എന്നിവരെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് പോലീസ് പിടികൂടിയിരുന്നു. അന്വേഷണത്തിൽ പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സ്പെഷ്യൽ പെട്രോളിംഗ് ടീം കഴിഞ്ഞ ദിവസങ്ങളിലായി 15ഓളം മോഷ്ടാക്കളെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്താണ് KCCL. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ സാങ്കേതിക വിദ്യയിൽ മുന്നേറിയും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകിയുമാണ് അതിവേഗം രാജ്യത്ത് തന്നെ 4ാം സ്ഥാനത്തെത്തിയത്. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലഹരണപ്പെട്ട തെരുവ് വിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ 55 ഡിവിഷനുകളിലും ആവശ്യമായ വെളിച്ചം തെരുവ് വിളക്കുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ആധുനിക രീതിയിലുള്ള LED ലൈറ്റുകൾ സ്ഥാപിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വൈദ്യുതി ചാർജ് മാത്രം നൽകി 10 വർഷ കാലയളവിലേക്ക് ഇവയുടെ പരിപാലനം ഉൾപ്പെടെ നൽകുന്നതിന് കോർപ്പറേഷൻ ആഡ്കോയുമായി കരാറായി. ഇതിലൂടെ വൈദ്യുതി ചാർജിനത്തിൽ കോർപ്പറേഷൻ വലിയൊരു തുക ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കരോളിൻ പെരിഞ്ചേരി, സാറാമ്മ റോബ്സൺ, വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ കടന്നിരുന്ന ബൾബുകളിൽ നിന്ന് പതുക്കെ നമ്മുടെ ട്യൂബ് ലൈറ്റുകളിലേക്ക് മാറി. പണ്ടൊക്കെ ഒരു ലൈറ്റ് കട്ടാൽ കത്തിയില്ലെങ്കിൽ കടലും കത്തലും ഒക്കെ ആയിട്ട് നിന്നാൽ ആഞ്ഞ് പോസ്റ്റിനെ ഒന്ന് ഇടിച്ചാൽ ചിലപ്പോ ഒന്നുകിൽ കത്തും അല്ലെങ്കിൽ കെടും. ഒരു ഉറപ്പില്ല നമുക്ക് ആ കാര്യത്തിൽ. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിലാപുറങ്ങാത്തൊല്ലൂർ എന്ന പേരിൽ ഒരു വിപുലമായ വെളിച്ച സംവിധാനം തന്നെ നടത്താൻ തീരുമാനിച്ച ഒരാളാണ്. ഏതാണ്ട് 300-നടുത്ത് ഹൈമാസ് ലൈറ്റുകൾ. പാർലിക്കാട് സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകയറി. ഇലക്ട്രിക് പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് മരത്തടികൾ കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിലെ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽ വാഹനം ബസ്സാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. PG പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ അധ്യക്ഷത വഹിച്ചു. ACP സുധീരൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, SHO സതീശൻ എന്നിവർ പങ്കെടുത്തു.
മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. വിവിധ പ്രദേശങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച് തിങ്കളാഴ്ച രാത്രി കളക്ടർ ഉത്തരവിട്ടെങ്കിലും സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ കിലോമീറ്ററുകളോളമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. കുരുക്കൊഴിക്കുവാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതരോട് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചുവെങ്കിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. വടമയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ തൊഴിലാളി തെന്നി കിണറിലേക്ക് വീണു. ശൃംഗപുരം സ്വദേശി മക്കാനിപ്പറമ്പിൽ ശിവദാസാണ് കിണറിൽ വീണത്. 75 അടിയോളം ആഴമുള്ള കിണറിൽ വീണ ഇയാളെ മാള അഗ്നിശമന സേനയാണ് രക്ഷപ്പെടുത്തിയത്. ഫയർമാൻ NP അജിത്താണ് കിണറിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. ചാവക്കാട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തിരുവത്ര സ്വദേശി പുന്ന വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൾ വിസ്മയ ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന തേക്കിൻകാട് മൈതാനിയിലാണ്. പക്ഷേ വടക്കുംനാഥൻ പൂരച്ചടങ്ങുകളിൽ പങ്കാളിയാകുന്നില്ല. പൂരം ആരംഭിച്ച നാൾ മുതലേ പൂരച്ചടങ്ങുകൾ വടക്കുംനാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളും പൂരത്തിന് വടക്കുംനാഥന്റെ സന്നിധിയിലെത്തുന്നു. പൂരത്തലേന്ന് നെയ്തിലക്കാവ് ഭഗവതി ആനപ്പുറമേറി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പൂരം നാളിൽ വടക്കുംനാഥനിൽ ആദ്യമെത്തുക കണിമംഗലം ശാസ്താവാണ്. പിന്നെ ഘടകപൂരങ്ങൾ ഓരോന്നായി എത്തും. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും തിരുവമ്പാടിയുടെ പാണ്ടിമേളം ശ്രീമൂലസ്ഥാനത്തും കൊട്ടിക്കയറും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ കൂടിക്കാഴ്ച തെക്കേ ഗോപുരത്തിന് മുന്നിലാണ്. പൂരപ്പിറ്റേന്ന ഭഗവതികൾ ഉപചാരം ചൊല്ലി പിരിയുന്നത് പടിഞ്ഞാറേ ഗോപുരം സാക്ഷിയാക്കിയാണ്. ഇതിലൊന്നിലും വടക്കുംനാഥൻ പങ്കാളിയാകുന്നില്ല. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂജകളിലും വ്യത്യാസമില്ല. വടക്കുംനാഥൻ എല്ലാത്തിനും സാക്ഷി മാത്രം. തൃശൂർ പൂരത്തിന് എക്കാലത്തും തിടമ്പേറ്റിയിരുന്നത് പുകൾപെറ്റ കൊമ്പന്മാരായിരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിടമ്പേറ്റിയിരുന്ന പ്രശസ്തരായ മിക്ക ആനകളും മൺമറഞ്ഞു കഴിഞ്ഞു. ഈ ഗജവീരന്മാരെ അനുസ്മരിക്കുകയാണ് പൂരവിശേഷത്തിൽ. അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും തിടമ്പേറ്റിയിട്ടുള്ളത്. ഇരുവിഭാഗങ്ങളിലുമായി തിടമ്പേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപെറ്റ കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതുമാണ്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവ് പരമേശ്വരനും പാറമേക്കാവ് പത്മനാഭനും. ആദ്യകാലത്ത് പാറമേക്കാവിനു വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമന ശേഖരനായിരുന്നു. പുറത്തെ എല്ല് കാണാത്ത വിധം കൊഴുത്തുരുണ്ട ശേഖരന്റെ പുറത്ത് 4 പേർ ഇരുന്നാലും പിന്നെയും 2 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്രേ. അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയായിരുന്നു. തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥികൂടം കണ്ടാൽ തന്നെ ആനയ്ക്കെത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പഴയ പത്മനാഭൻ, കീരങ്ങാട്ട് കേശവൻ, കൂടലാറ്റുപുറം രാമചന്ദ്രൻ, പനമന രാമചന്ദ്രൻ, വരിക്കാശ്ശേരി ഗോപാലൻ, കിഴക്കുവീട്ടിലെ ആനകളായ ഗോപി, ദാമോദരൻ നാരായണൻ, കാച്ചാംകുറിച്ചി കേശവൻ,
കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയെടുപ്പിൽ പുകൾപെറ്റ നിരവധി ആനകൾ പാറമേക്കാവിനും തിരുവമ്പാടി വിഭാഗത്തിനുമായി തിടമ്പേറ്റിയിട്ടുണ്ട്. മൺമറഞ്ഞ പഴയ ഗജവീര കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമങ്ങാതെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ജാഥയ്ക്ക് ഈ മാസം 12 കൊടകരയിൽ സ്വീകരണം നൽകും. ഇതിന്റെ ഭാഗമായി രൂപീകരിച്ച സംഘാടക സമിതി യോഗം CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, EA ജയതിലകൻ, KP തോമസ്, AV ചന്ദ്രൻ, PC ഉമേഷ്, KM ഹൈദർ എന്നിവർ സംസാരിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവിക സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, NK അക്ബർ MLA, MR രാധാകൃഷ്ണൻ, AH അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. മാമ്പഴക്കാലത്ത് എക്കാലത്തും മുൻനിര താരമാണ് പ്രിയൂർ. ജനപ്രിയ മാമ്പഴത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട്. മുൻവർഷങ്ങളിൽ ആദ്യം വലിയ തുക നൽകിയാണ് ആളുകൾ ഇവ വാങ്ങാറുള്ളത്. ഇക്കുറിയാകട്ടെ തുടക്കത്തിൽ തന്നെ വില ലഭിക്കുന്നില്ല. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. മുന്തിയ തരം പ്രിയൂർ മാങ്ങകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റി പോകുന്നുണ്ട്. തൊലിക്ക് കനം കുറവായതിനാൽ പെട്ടെന്ന് പുഴുക്കേടുണ്ടാകുന്ന മാങ്ങ കൂടിയാണ് പ്രിയൂർ. ഇതുകൊണ്ട് തന്നെ കേട് ഒഴിവാക്കുന്നതിന് മാവുകൾ പൂക്കുന്ന വേളയിൽ കീടനാശിനി തളിക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. പൂക്കാലം മുതൽ മുൻകൂട്ടി കച്ചവടം നടത്തുന്ന ഇടനിലക്കാർ വിപണി നിയന്ത്രിക്കും. ചാലക്കുടിയിലെ പ്രധാന റോഡുകളിലെല്ലാം ഇപ്പോൾ മാങ്ങ കച്ചവടം പൊടിപൊടിക്കുന്നു. ഒരു കേന്ദ്രത്തിൽ ദിനം പ്രതി 300 കിലോ മാങ്ങകൾ വിറ്റഴിയും. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് ചാലക്കുടി വെട്ടുകടവ് റോഡിൽ കച്ചവടം നടത്തുന്ന മേലൂർ സ്വദേശി തെറ്റയിൽ ജോസ് പറയുന്നു. കാലവർഷം നേരത്തെ തുടങ്ങുമെന്ന സൂചന കച്ചവടക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മാങ്ങകൾ പൊട്ടിച്ച് വിപണിയിലെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് കച്ചവടക്കാർ. TCV ന്യൂസ് ചാലക്കുടി. LDFന്റെ നേതൃത്വത്തിൽ മാളയിൽ തൊഴിലാളി ദിനം ആചരിച്ചു. മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മനക്കുടി ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി ടീം നവമി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മനക്കുടി അൽ അസ്ഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. 10 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ വചന സന്ദേശം നൽകി. വികാരി ഫാദർ ലിയോ പുത്തൂർ സഹകാർമ്മികനായി.
ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും യാത്രയയപ്പും നൽകി. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഖുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കെ എച്ച് സലീം അധ്യക്ഷനായി. ഞാൻ എന്റെ സമയത്തിന്റെ ദീർഘമായി സംസാരിക്കാൻ എല്ലാവരും കൂടെ ആളുകളോട് കരുതിയാൽ തന്നെ അതിന് തൊടാൻ പാടില്ല. തൊട്ട പോയി തവാഫിന്റെ ഇടയിൽ നടന്ന് ഇങ്ങനെ പോയി ലോക തൊഴിലാളി ദിനത്തിൽ മുതിർന്ന തൊഴിലാളികളെ കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മഹാത്മാ സംഘം ഓഫീസിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. സന്തോഷ് ഇറക്കാട്ട്, വിനീഷ്, ബഷീർ, ക്രിസ്റ്റിൻ, സഞ്ജയ് തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വർഗീസ് പറഞ്ഞു. സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതഭീകരവാദത്തിനെതിരെ നടത്തിയ മാനവിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TK രമേശ് ബാബു, KP രാജൻ, ഷീജ ബാബു എന്നിവർ സംസാരിച്ചു. മാനവികതയ്ക്ക് വേണ്ടി അതിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജൂലിയസ് അറയ്ക്കൽ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഈ വർഷം 17,000-ഓളം പേർക്കാണ് ഊട്ടുനേർച്ച ഒരുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജനറൽ കൺവീനർ ജോസ് മാത്യു ഊക്കൻ, കൈക്കാരന്മാരായ വർഗീസ് തൊമ്മാന, വർഗീസ് കോമ്പാറക്കാരൻ, PRO ജോയ്സ് തെക്കുംതല എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശീലനത്തിനായി അവണിശ്ശേരിയിൽ ഒരുക്കിയ ക്രിക്കറ്റ് പിച്ച് നെറ്റ്സുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രനും ടെന്നീസ് ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ആൽഫി ടോണിയും നിർവഹിച്ചു. ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് JM ഡ്യൂട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഷാരിക പ്രദീപ്, PJ ജോയ്, ക്ലബ് സെക്രട്ടറി VB ആനന്ദ്, UL ഷാജൻ എന്നിവർ സംസാരിച്ചു. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഒല്ലൂർ എന്റെ സ്വന്തം പേരിലും സാമൂഹിക നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ഫോറം സംഘടന വാർഷികം ആഘോഷിച്ചു. ജില്ലാ മുൻ ഇൻഫർമേഷൻ ഓഫീസർ VK ഷറഫുദ്ദീൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PA ഹസൻ അധ്യക്ഷനായി. സുരേഷ് പാടൂർ, ജോഷി ഫ്രാൻസിസ്, VS ജനീന്ദ്രൻ, PV കൊഞ്ഞുമൊയ്തു, KN മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത വിരുന്ന് നടന്നു. കോലഴി കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, കാഴ്ചശിവേലി, മഹാ അന്നദാനം എന്നിവ നടന്നു. മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിൽ ഉണ്ണി ഈശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 2, 3, 4 തീയതികളിലാണ് തിരുനാൾ. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓണും തുടർന്ന് അമ്പലപ്പുഴ സാരഥിയുടെ നാടകവും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന ദിവ്യബലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിന്റെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ 172 വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള തുകയും നൽകും. വികാരി ഫാദർ ടിജോ ജോയ് മുള്ളക്കര, ട്രസ്റ്റിമാരായ ജോസ് വടക്കൻ, സ്റ്റാൻലി കാഞ്ഞിരത്തിങ്ങൽ, ജനറൽ കൺവീനർ വിൽഫി എടക്കളത്തൂർ, പബ്ലിസിറ്റി കൺവീനർ സെൻ ഊക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ VK നാരായണ ഭട്ടതിരി സ്മൃതി പുരസ്കാരം കവി V മധുസൂദനൻ നായർ ഏറ്റുവാങ്ങി.
കെ രാധാകൃഷ്ണൻ MP പുരസ്കാരം സമ്മാനിച്ചു. ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ ശ്രീലത വർമ്മ, G സത്യൻ, ഫാദർ റോയ് വടക്കൻ എന്നിവർ സംസാരിച്ചു. പോയ നൂറ്റാണ്ട് ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോ വെളിച്ചം കണ്ടാലപ്പോൾ വിടരും. ചാമക്കാല യൂണിറ്റ് SYS, SKSSF, SKSB വി മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും മജ്ലിസുന്നൂർ വാർഷികവും സംഘടിപ്പിച്ചു. ഹുസൈൻ തങ്ങൾ കൊടക്കാട് താക്കോൽദാനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. EK മുഹമ്മദ് അലി അധ്യക്ഷനായി. ഉമർ ഹുദവി കാക്കാത്തിരുത്തി, മുഹമ്മദ് മുബഷീർ കമാലി എന്നിവർ മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ മതിലകം യൂണിറ്റ് മന്ദിരത്തിന്റെ 25ാം വാർഷികം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ഹമീദ് അധ്യക്ഷനായി. സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ, ജില്ലാ ഭാരവാഹികളായ പ്രകാശ് കുമാർ, തോമസ് വടക്കൻ, TH അഷ്കർ, പോൾസൺ തെക്കുംപീടിക, കൊച്ചു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, AITUC നേതാവ് MR സോമനാരായണൻ, CITU ഏരിയ സെക്രട്ടറി S ബസന്ത്ലാൽ, ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷീല മോഹനൻ, MU കബീർ, MJ ബിനോയ് തുടങ്ങിയവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി. അവരുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി തിരുവല്ലുവാമല പട്ടിപ്പറമ്പ് സ്വദേശി സുരേഷ് കുമാർ. ചിറ്റൂർ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനായ കോഴിശ്ശേരി വീട്ടിൽ സുരേഷ് കുമാർ ജാതിക്കയെക്കുറിച്ചുള്ള പഠനമാണ് റിസർച്ച് ചെയ്തത്. സാധാരണക്കാരിൽ നിന്നും ലഭ്യമായ അറിവുകൾ കോർത്തിണക്കി അതിന് ശാസ്ത്രീയ അടിത്തറ നൽകി പുസ്തകങ്ങൾ തയ്യാറാക്കിയ സുരേഷ് കുമാർ വിവിധ കൃഷികളും ചെയ്യുന്നുണ്ട്. വാണിജ്യം. സ്വർണ്ണ നഗരിയായ തൃശൂരിന് പൂരസമ്മാനവുമായി സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ മണ്ണാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിലെ സ്വർണ്ണമുഖി ഷോറൂം നടി പത്മഭൂഷൺ ശോഭന ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി, കാർത്തിയായിനി എന്നിവർ തിരിതെളിയിച്ചു. മേയർ MK വർഗീസ്, കൗൺസിലർമാർ, സിനിമാ താരങ്ങളായ അനു സിത്താര, ടിനി ടോം, സാജു നവോദയ, സരയു, ഗിന്നസ് പക്രു, സോന നായർ, മിയ, അനുശ്രീ, ശിവജി ഗുരുവായൂർ, രഞ്ജിനി ഹരിദാസ്, റിട്ടയേർഡ് DGP പുലിക്കേശി, ബാലശ്രീ സൂര്യനന്ദ ബ്രഹ്മാനന്ദ സരസ്വതി, ദുബായ് ETA കമ്പനി ചെയർമാൻ സലിം രാജ തുടങ്ങിയവർ സന്നിഹിതരായി. കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ലെന്നും സ്വർണ്ണമുഖിക്ക് സ്വന്തമായി നിർമ്മാണശാല ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ KP മനോജ് കുമാർ പറഞ്ഞു. ജോർജ് മംഗലത്ത്, ഡോക്ടർ ഷാഹിദ് എന്നിവർക്ക് ആദ്യ വിൽപ്പന നടത്തി. 5000 ചതുരശ്രടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡയമണ്ട് ഷോറൂമായാണ് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ, പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ളതും പാശ്ചാത്യ ഡിസൈനുകളിലുള്ളതുമായ ആഭരണങ്ങൾ എന്നിവ ഒരു ഫ്ലോറിൽ ലഭ്യമാകും വിധമാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ ആശങ്കകളില്ലാതെ ഇവിടെ മാറ്റിയെടുക്കാം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭ്യമാണ്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ KP മനോജ് കുമാർ നിർമ്മിക്കുന്ന അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയുടെ പേര് പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനവും ഹാപ്പി ദിൻ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ചും സൂര്യഭാരതി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും നടന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8775, പവന് 70200. വെള്ളി ഗ്രാമിന് 107, പ്ലാറ്റിനം ഗ്രാമിന് 3372 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടിയേറിയതോടെ തൃശൂർ പൂരാവേശത്തിലേക്ക്. സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ പെട്രോളിംഗ് തുടരുന്നു. പരിശോധനയിൽ കുടുങ്ങിയത് 19ഓളം മോഷ്ടാക്കൾ. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്ത് KCCL. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലഹരണപ്പെട്ട തെരുവ് വിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ 55 ഡിവിഷനുകളിലും LED ലൈറ്റുകൾ സ്ഥാപിക്കും. പാർലിക്കാട് നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. മരത്തടികൾ കയറ്റിവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.